ഒരുപാട് കാലത്തെ കഷ്ടപ്പാടും അധ്വാനവും കൊണ്ട് വെള്ളിത്തിരയിലെത്തിയ ഒരുപാട് താരങ്ങളുണ്ട്. അങ്ങനെ താരകുടുംബങ്ങളുടെ പാരമ്പര്യമില്ലാതെ കടന്നുവന്ന ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും വലിയ താരങ്ങളിലൊന്നാണ് ദിവ്യാങ്ക ത്രിപാഠി. ദൂരദർശനിൽ ഒരു ടെലിഫിലിം അഭിനയിച്ചാണ് ദിവ്യാങ്ക കരിയർ ആരംഭിക്കുന്നത്. പിന്നാലെ ദൂരദർശനിലെ ആകാശവാണിയുടെ അവതാരകയുമായി. പിന്നീട് വിരാസത്ത് പോലുള്ള പരമ്പരകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു. 2006 അഭിനയിച്ച ബനൂ മീൻ ദുൽഹൻ എന്ന പരമ്പരയിലൂടെയാണ് ബ്രേക്ക് ലഭിക്കുന്നത്. ഇതോടെ ദിവ്യാങ്കയും താരമായി മാറി. പിന്നീട് നിരവധി പരമ്പരകളുടെ ഭാഗമായി മാറാൻ ദിവ്യാങ്കയ്ക്ക് സാധിച്ചു. നിരവധി പരമ്പരകൾ ചെയ്തുവെങ്കിലും ഒരു പരമ്പരയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ദൂരം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ദിവ്യാങ്കയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇതേക്കുറിച്ച് ബോളിവുഡ് ബബിളിന് നൽകിയ അഭിമുഖത്തിൽ ദിവ്യാങ്ക തുറന്നു പറഞ്ഞിരുന്നു. പണം സ്വരൂപിക്കാൻ താൻ എന്തും ചെയ്യുമായിരുന്നു എന്നാണ് താരം പറയുന്നത്. എന്നാൽ താരപദവിയിലേക്കുള്ള ദിവ്യാങ്കയുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. സാധാരണക്കാരായിരുന്നു ദിവ്യാങ്കയുടെ അച്ഛനും അമ്മയും. അച്ഛൻ നരേന്ദ്ര ത്രിപാഠി ഫാർമസിസ്റ്റായിരുന്നു. അമ്മ നീലം വീട്ടമ്മയും. ദിവ്യാങ്കയെ കൂടാതെ 2 മക്കൾ കൂടിയുണ്ടായിരുന്നു നരേന്ദ്രയ്ക്കും നീലമിനും. ഭോപ്പാൽ സ്വദേശിയാണ് ദിവ്യാങ്ക. ജീവിതത്തിൽ മുന്നേറാൻ നന്നായി പഠിക്കണം എന്ന ചിന്താഗതിക്കാരായിരുന്നു ദിവ്യാങ്കയുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ അഭിനേത്രിയാകാനും താരമാകാനുമൊന്നും ദിവ്യാങ്ക ആഗ്രഹിച്ചിരുന്നില്ല. മൗണ്ടനെയർ ആകണമെന്നതായിരുന്നു ദിവ്യയുടെ ആഗ്രഹം. ഇതിന് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനെയറിംഗിൽ നിന്നും കോഴ്സും പാസ്സായിരുന്നു. ഇതിനിടെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ അവതാരകയാകുന്നത്. പതിയെ സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആരംഭിക്കുകയായിരുന്നു. ഇതിനിടെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു ഷോ കഴിഞ്ഞാൽ അടുത്ത ഷോ കിട്ടുന്നതുവരെ സ്ട്രഗിളാണ്. പണമില്ലാത്ത അവസ്ഥ വരും. EMIകളും ബില്ലുകളും അടയ്ക്കാൻ പറ്റാതെ വരും. ഇതിനു പുറമെയും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ഞാൻ ടൂത്ത് പേസ്റ്റ് പെട്ടികൾ പോലും സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അതിൽ നിന്നും 1 രൂപയെങ്കിലും കിട്ടുമെന്ന് കരുതും. എല്ലാം സൂക്ഷിച്ചു വെക്കും. ഒടുവിൽ സ്ക്രാപ്പ് തൂക്കി വിൽക്കും. തലച്ചോറ് ഉപയോഗിക്കണം പണം കണ്ടെത്താൻ എന്നാണ് ദിവ്യാങ്ക പറയുന്നത്. ദിവ്യാങ്കയുടെ ജീവിതം മാറി മറിയുന്നത് യേ ഹൻ മുഹബ്ബത്തേൻ എന്ന പരമ്പരയിലെ നായികയാകുന്നതോടെയാണ്. എക്കാലത്തെയും ജനപ്രിയ പരമ്പരകളിലൊന്നായിരുന്നു മുഹബ്ബത്തേൻ. ഈ പരമ്പരയിലൂടെ ഇന്ത്യൻ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയായി ദിവ്യാങ്ക മാറി. ഒരു എപ്പിസോഡിന് 1 മുതൽ 1.5 ലക്ഷം വരെയായിരുന്നു ദിവ്യാങ്കയുടെ പ്രതിഫലം. ദിവ്യാങ്കയുടെ ജീവിതം തന്നെ അതോടെ മാറി. ദിവ്യാങ്കയുടെ സ്വത്ത് 40 കോടിയോളം ഉയർന്നു. ഇന്ന് ടെലിവിഷൻ രംഗത്തെ ഏറ്റവും സമ്പന്നയായ നടിമാരിൽ ഒരാളാണ് ദിവ്യാങ്ക.